ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾ ട്രീറ്റ്മെന്റിന്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഇന്നലെ പോയിട്ട് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് ഞാൻ ഇതിലൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഇന്നലെ ആൾ നല്ല ടയേർഡായിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ ബോഡി ഫുൾ റിലാക്സ്ഡ് ആയിട്ട് ഒരു ക്ഷീണം പോലെ എപ്പോഴും അങ്ങനെ ഫുൾ ഡേ അങ്ങനെയായിരുന്നു. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ആൾക്ക് പെയിൻ ഒക്കെ ഇത്തിരി കുറവുണ്ട് എന്ന് പറഞ്ഞു. ഇതിപ്പം എനിക്ക് തോന്നുന്നു അവർ പറഞ്ഞതുപോലെ നമ്മൾ മൊത്തത്തിൽ ഒരു 15 days ആണല്ലോ ഇപ്പം പറഞ്ഞേക്കുന്നത്. ഇതിലിപ്പോൾ രണ്ടാമത്തെ ദിവസം ആവുന്നതേ ഉള്ളൂ. അപ്പം ആദ്യം ചെയ്തതിൻ്റെ ഒരു പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, ആൾക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. ബട്ട് ഓക്കെ, ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസത്തിന് ഇതിനു വേണ്ടി പോവാണ്. അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാവേ. പിന്നെ ഇപ്പം നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കരുതിയിട്ട് ആരും പെട്ടെന്ന് തന്നെ പോയി അങ്ങനെയൊന്നും ചെയ്യരുത്. ഇതിൻ്റെ റിസൾട്ട് ഫുള്ളായിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിലും കിട്ടിയില്ലെങ്കിലും ഞാൻ ഉറപ്പായും അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് ഇത് ആർക്കെങ്കിലും പ്രയോജനം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ചെയ്തോളൂ. ഗൈസ്, അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ പ്ലാനിൽ മാറ്റം വന്നു. എനിക്കും കാലയിൽ ചെയ്യണം തോന്നിയിട്ട് ഞാൻ പറഞ്ഞു എനിക്കൂടെ ചെയ്തു തരണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ഭയങ്കര പെയിനായിരുന്നു. ആദ്യമൊക്കെ ചെയ്തപ്പോഴത്തേനുണ്ടല്ലോ കാല് നമ്മൾ അറിയാതെ തന്നെ വലിച്ചു പോവും. അതേമാതിരി രാജേഷനും കാലിൽ ചെയ്തപ്പം പെയിൻ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഈ കഴുത്തിലോ കയ്യിലോ ഒന്നും ചെയ്തപ്പോൾ അത്ര പെയിൻ ഉണ്ടായിരുന്നില്ല. ആളും നല്ല റിലാക്സ്ഡ് ആയിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂർ എടുത്തു കേട്ടോ ഇന്നത്തെ സെഷൻ തീരാൻ വേണ്ടിയിട്ട്. കാരണം 2 പേർക്കും ചെയ്യണ്ടായിരുന്നോ. പിന്നെ ഇതിൻ്റെയൊക്കെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. എവിടെയാണെന്നല്ലേ, പനമ്പള്ളി നഗറിലുള്ള നമ്മുടെ സ്വന്തം ആവി റെസ്റ്റോറൻറ്റിൽ. ഞങ്ങൾ 2 ഫിഷ് കറി മീൽസും 1 ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ സ്പെഷ്യലായിട്ട് നല്ല ചെമ്പല്ലി ഫ്രൈയും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. ചില സമയത്ത് ഓൺലൈൻ ഓർഡർ ചെയ്യും, ഇല്ലെന്നുണ്ടെങ്കിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരും. നല്ല ടേസ്റ്റാണ്, നല്ല നാടൻ ഊണ് കിട്ടും. നല്ല ഫുഡ് കണ്ടപ്പോഴത്തേനും പോയ എനർജിയൊക്കെ തിരിച്ചു വന്നു. പിന്നെ എവിടെ തുടങ്ങണം എന്നായിരുന്നു കൺഫ്യൂഷൻ. ഒരുപാട് കറികൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഞാൻ എടുത്തത് ചമ്മന്തിയും പയറുതോരനും അവിയലും പിന്നെ ഈ മീൻ പൊരിച്ചതും മീൻകറിയും. ഇത്ര സാധനങ്ങൾ കൂട്ടി സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ഫിഷ് കറിയിൽ ഫോക്കസ് ചെയ്തിരുന്നത് കൊണ്ടിട്ടുണ്ടല്ലോ രസമോ സാമ്പാറോ ഒന്നും എടുക്കേണ്ടി വന്നില്ല. ഇതിൻ്റെ കൂടെ വാങ്ങിയ നമ്മുടെ സ്പെഷ്യലില്ലേ ഫിഷ് ഫ്രൈ, അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. എന്തായാലും നല്ലൊരു സൂപ്പർ ഊണാണ് ഞങ്ങൾ ഇന്ന് കഴിച്ചത്. പിന്നെ ഗൈസ് പറയാൻ മറന്നുപോയി, നല്ല പാൽപ്പായസം ഉണ്ടായിരുന്നു. ഇത്രയും നേരം ഫുഡ് കഴിക്കാത്തതിൻ്റെ ക്ഷീണമാണെന്ന് വിചാരിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പം അത് കഴിച്ച് വയറ് നിറഞ്ഞു പോയതിൻ്റെ ക്ഷീണമായി. പിന്നെ ഒന്നും നോക്കിയില്ല, വീട്ടിൽ പോയി കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി. ഈ പോയതിൻ്റെ അപ്ഡേറ്റ് ഞാൻ ഉറപ്പായും അടുത്ത വീഡിയോയിൽ ഇട്ടേക്കാവേ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബായ്.